നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി മരിച്ചു. മലപ്പുറം വളാഞ്ചേരി പൂക്കാട്ടിരി സ്വദേശി മച്ചിങ്ങൽ ജാഫറാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജാഫർ സഹപ്രവർത്തകനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലേക്ക് കാറുമായി പോകുന്നതിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് അൽബാഹ ഹഖീഖ് റോഡിലായിരുന്നു അപകടം സംഭവിച്ചത്. ജാഫർ ഓടിച്ചിരുന്ന കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഒരു പാകിസ്ഥാൻ സ്വദേശിയും സൗദി പൗരനും ഹഖീഖ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ജാഫറിന്റെ മൃതദേഹം ഇതേ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അൽബാഹയിലെ ഷാമക് ആശുപത്രിയിൽ അറ്റൻഡറായി ജോലി ചെയ്യുകയായിരുന്നു ജാഫർ. 25 വർഷത്തോളമായി പ്രവാസ ജീവിതം നയിക്കുന്ന ജാഫറിന്റെ ഭാര്യ ഷമീറയും 5 വയസ്സുള്ള ഇളയ മകളും ഫാമിലി വിസിറ്റ് വിസയിൽ അൽബാഹയിലുണ്ട്. തനിമ സാംസ്കാരിക വേദി പ്രവർത്തകനാണ്. പരേതനായ ഹസൈനാർ ഫാത്തിമ ദമ്പതികളുടെ മകനാണ്. മക്കൾ മുഹസിൻ ജാഫർ +1 വിദ്യാർത്ഥിയാണ്. മിൻഹാജ്, മിൻസ, ഫാത്തിമ എന്നിവർ മക്കളാണ്. അതേസമയം സൗദി കിഴക്കൻ പ്രവിശ്യയിൽ ജുബൈലിൽ ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ മലയാളി യുവാവ് മരിച്ചു. സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായിരുന്ന കോഴിക്കോട് സ്വദേശി സഖിലേഷ് തലശ്ശേരിയാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ജുബൈൽ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് നടപടികൾക്ക് നേതൃത്വം നൽകുന്ന പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ സലീം ആലപ്പുഴ അറിയിച്ചു. ഔദ്യോഗിക നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പിതാവ് സഹദേവൻ, മാതാവ് വിജ്ഞന, ഭാര്യ സുമില. അതുപോലെ ഉംറ കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മലയാളി തീർത്ഥാടക കുഴഞ്ഞു വീണ് മരിച്ചു. പരപ്പനങ്ങാടി സ്വദേശിയായ തീർത്ഥാടക വിമാനത്താവളത്തിൽ വെച്ച് കുഴഞ്ഞു വീണ് മരണപ്പെടുകയായിരുന്നു. പരേതനായ തലക്കലകത്ത് അബൂബക്കറിന്റെ ഭാര്യ ആമിനയാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. നാട്ടിലേക്ക് മടങ്ങാൻ വിമാനത്താവളത്തിലെത്തിയ ആമിന കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇവർക്ക് മക്കളില്ല. മൃതദേഹം ജിദ്ദ റുവൈസിൽ ഖബറടക്കി. നടപടികൾക്ക് KMCC പ്രവർത്തകരായ മുഹമ്മദ് കുട്ടി, സുബൈർ എന്നിവർ നേതൃത്വം നൽകി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.